ഇന്ന് കാലിന്റെ ദിവസമാണ് ഗൈസ്. കാലിന്റെ ഓരോ മസിലും ഇന്ന് എന്റെ മുത്തച്ഛനും മുത്തച്ഛക്കും വിളിച്ചിട്ടുണ്ടാവും. വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ ഇതായിരുന്ന അവസ്ഥ. ഒരു കണക്കിനാണ് ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് പാൻറ് ഒത്ത് കയറ്റിയത്. ജിമ്മിൽ നിന്ന് വിശന്ന് പൊരിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാൻ പറ്റി എന്തെങ്കിലും നോക്കിയിട്ട് ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. അപ്പം ഇൻട്രാ ഈ സാധനം കിട്ടി, ഇന്ത്യൻ സ്റ്റൈൽ ബട്ടർ ചിക്കൻ. ഇവൻ കുറെ നാളായി ഇവിടെ ഇരിക്കണത്. ഇവൻ മാത്രമല്ല കേട്ടോ, ഇവന്റെ കൂടെ വേറെ കുറെ എണ്ണം കൂടി ഉണ്ട്. ഇന്നത്തേക്ക് നമുക്ക് ഇവനെ മതി, ബാക്കി പിന്നെ. നല്ല രീതിക്ക് വെച്ചക്കാനുണ്ടായിരുന്നു. അതിന്റെ പേരിലുള്ള സാധനം കൊടുത്ത് ഞാൻ ബില്ലടിച്ചിറങ്ങി. വീട്ടിൽ വന്ന് ജർമ്മൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. നേരെ ട്രാൻസ്ലേറ്റർ എടുത്ത് തർജ്ജിമ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കുത്തൂത്തിയിട്ട് ഓവനിൽ വെക്കാനാണ് അവൻ പറഞ്ഞത്. ഇനി ഈ ട്രാൻസ്ലേറ്റർ അങ്ങനെ നുണ പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കവറങ്ങടെ വിളിച്ചളഞ്ഞു. ചൂടാക്കണേക്ക് മുമ്പ് ഞാൻ അതിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിച്ചു നോക്കി. ചൂടാക്കണേക്ക് മുമ്പല്ല, തക്കാളിക്കറിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇനി ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഇവന്റെ മനോഭാവം മാറിയിട്ട് നമുക്കൊന്ന് നോക്കാം. നല്ല ആവി പറക്കണ ചോറിലോട്ട് ആ ബട്ടർ ചിക്കൻ മൊത്തം കണ്ട് കമത്തി. ഈ സാധനം കണ്ടപ്പോൾ തന്നെ ബട്ടർ ചിക്കൻ്റെ ഒരു ലുക്കൊക്കെ വന്നു. ഞാൻ ആ പീസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആകെ 10 പീസ്. പക്ഷെ കഴിച്ചു പോയി കഴിഞ്ഞപ്പോഴല്ല, കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല. ഇനി ഇവന്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള മരം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ ഗൈസ്, കമന്റ് ബിലോ. ചെയ്തേക്കണ മക്കളെ, വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ആരും തിന്നും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചൂസ്.